പരമാവധി തരൂറിനെ മോണിറ്റർ ചെയ്യുകയാണ്. തരൂർ ഇത് എന്ത് ഭാവിച്ചാണ്? RSSന്റെ നയങ്ങളൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. മനുസ്മൃതിയിലെ ചില കാര്യങ്ങളൊക്കെ ഭരണഘടനയിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ അവർ ഇപ്പോൾ അതിനുവേണ്ടി വാശി പിടിക്കുന്നില്ല എന്നൊക്കെ തരൂർ പറയുമ്പോൾ, 4 തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജയിപ്പിച്ചു വിട്ടവരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്ന് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ആപ്തവാക്യം പോലെ പറഞ്ഞത് ശരിവെക്കുകയാണ്. തരൂർ പറഞ്ഞ ഒരു ഡയലോഗ് എന്നത്, ഉയർന്നു പറക്കാൻ ചിറകുകളുണ്ടെങ്കിൽ തനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ള രീതിയിൽ പക്ഷിയുടെ ചിത്രമൊക്കെ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് സുധാ മേനോൻ വ്യക്തമായി പറഞ്ഞു, സ്വന്തം കൂട്ടിൽ നിരന്തരം കാഷ്ടിക്കുകയല്ല അത്തരം പക്ഷികൾ ചെയ്യേണ്ടത്. സ്വബോധമുള്ള ആരും ചെയ്യാറില്ല. RSSലേക്ക് പോകണമോ അതോ BJPയിലേക്ക് പോകണമോ, അതാണോ തരൂറിന്റെ ആഗ്രഹം എന്ന് പല നേതാക്കൾ പരസ്യമായി തന്നെ ചോദിക്കുന്ന വേളയിലാണ് ശശി തരൂർ അമിത്ഷായെയും അദ്ദേഹത്തിന്റെ മകനെയും അതുപോലെ തന്നെ നിരവധിയായ BJP നേതാക്കളെയും കടന്നാക്രമിക്കുന്ന രീതിയിൽ പല പ്രസ്താവനകളും ഇതിനിടയിൽ പറഞ്ഞത്. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വിഷയം വരെ തരൂറിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തരൂറിന്റെ ഗേൾഫ്രണ്ട്, 50 കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ മറന്നു കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നവരോട്, പ്രത്യേകിച്ചും രാജ്യമാണ് വലുത്, പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഭരണഘടനയുടെ പദവികളോ അല്ല എന്നത് ഓർമ്മിപ്പിക്കുമ്പോൾ ശശി തരൂർ അതിന് പറഞ്ഞ മറുപടി, താൻ രാജ്യത്തിനെ പ്രതികരിച്ചാണ് വെളിയിൽ പോയത്. വിദേശ രാജ്യങ്ങളോട് ഇന്ത്യയുടെ നയതന്ത്രപരമായ കാര്യങ്ങളും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ചുമാണ് വ്യക്തമാക്കിയത്. അതിന് താൻ യോഗ്യനാണ് എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നിക്കാണണം. അതുകൊണ്ടാണ്, അത് തന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിക്കുന്ന വിഷയമാണ്. UN-ൽ അണ്ടർ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ച വ്യക്തി, വർഷങ്ങളോളം അവിടെ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി, അത്തരത്തിലുള്ള പരിജ്ഞാനം BJPയിലെ ഏതെങ്കിലും സാധാരണക്കാർക്ക് ഉണ്ടോ? ജയശങ്കർ എന്ന ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിനെ പോലെ തന്നെ ശശി തരൂറിനെ BJP ആ കാര്യത്തിൽ നമിക്കുകയാണ്. BJPക്ക് ആവശ്യം വരും എന്ന് കരുതി രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് കളയാം എന്ന് വിചാരിക്കരുത് എന്ന തരൂറിന്റെ മറുപടി കൂടി വരുമ്പോൾ സോണിയ ഇടപെട്ടിരിക്കുന്നു. സോണിയ കൃത്യമായി പറഞ്ഞു, അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിക്കാനും അദ്ദേഹത്തിന്റെ നിലപാട് അറിയിക്കാനും എല്ലാ അധികാരവുമുണ്ട്. ഒരു എഴുത്തുകാരനാണ്, തത്വചിന്തകനാണ്, നിരവധിയായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പരാമർശിക്കുന്ന രീതിയിൽ ഇന്ദിരാഗാന്ധിയെ ദ്രൗപദിയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരിച്ചതാണ് എന്ന് പറഞ്ഞവരുണ്ട്. ശശി തരൂർ ആദ്യമായി കോൺഗ്രസ് ചിഹ്നത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2009 മത്സരിക്കുമ്പോൾ ഈ പുസ്തകം കാണിച്ചാണ് ഇടതുപക്ഷ പാർട്ടിയും BJPയും ഒരുപോലെ പ്രത്യാക്രമണം അഴിച്ചുവിടാൻ ശ്രമിച്ചത്. അന്ന് BJP 4ാം സ്ഥാനത്തായിരുന്നു. PK കൃഷ്ണദാസ് ആയിരുന്നു അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്നത്. തരൂർ ജയിച്ചപ്പോൾ 2ാം സ്ഥാനത്ത് വന്ന CPI ആണ്. 3ാം സ്ഥാനത്ത് വന്നത് നീലലോഹിദാസൻ നാടാരാണ്. 2014 മുതലാണ് BJP 2ാം സ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തരൂറിനെ ആരും മര്യാദ പഠിപ്പിക്കാൻ പോകണ്ട. അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുണ്ട്. എഴുത്തുകാരനാണ്, അദ്ദേഹത്തിനെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കൂ. അദ്ദേഹം കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാണ്. സോണിയുടെ വാക്കുകൾ കൃത്യമായി തന്നെ AICC നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു.